സുരേഷ് ഗോപി ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള കടപ്പാട്, പറഞ്ഞ വാക്ക് പാലിക്കൽ, ഇത് രണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കാരണം ആശാ വർക്കർമാരുടെ സമരം നടക്കുമ്പോൾ സുരേഷ് ഗോപി അവിടെ എത്തി. ആശമാർ വലിയ സ്നേഹത്തോടെ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. അതിൻ്റെ പേരിൽ CPM-കാർ അശ്ലീല ചൊവ്വയുള്ള കമൻറ്റുകൾ വരെ നടത്തി. സുരേഷ് ഗോപി വന്നപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ചതൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും സുരേഷ് ഗോപിയുടെ ഇടപെടൽ, സുരേഷ് ഗോപി കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ആശാ വർക്കർമാരുടെ പ്രതിഫലം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് അവരുടെ ഇൻസെൻറ്റീവ്, കേന്ദ്രം കൊടുക്കുന്ന ഇൻസെൻറ്റീവ് 2000 രൂപയായിരുന്നത് 1500 രൂപ കൂട്ടും. ആ 10 വർഷം വരെ സേവനം പൂർത്തിയാക്കി പിരിയുന്ന ആശാ വർക്കർമാർക്ക് കേന്ദ്രം കൊടുക്കുന്നത് 20,000 രൂപയായിരുന്നെങ്കിൽ അത് ഇനി മുതൽ 50,000 രൂപയായിരിക്കും. അപ്പോൾ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ചേർന്നാണ് ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. കേന്ദ്ര വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ചു. 2000 രൂപ എന്നുള്ളത് 1500 രൂപ കൂട്ടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 100% വർധനമാണ്. 20,000 രൂപ വിരമിക്കൽ ആനുകൂല്യമുള്ളത് 150 ഇരട്ടിയാണ് കൂട്ടിയിരിക്കുന്നത്, 50,000 രൂപയാക്കി. അപ്പോൾ കേന്ദ്ര സർക്കാർ അന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദ പറഞ്ഞ പ്രകാരം സുരേഷ് ഗോപി ഇടപെട്ടപ്പോൾ നദ്ദ പറഞ്ഞു വേണ്ട ഉചിതമായ നടപടി എടുക്കുമെന്നുള്ളത് നടപ്പാക്കി, വാക്ക് പാലിച്ചു. സുരേഷ് ഗോപി അവിടെ പോയി അവരോട് ഇടപെട്ടത്, അവരോട് സംസാരിച്ചത്, അവരുടെ കൂടെ നിന്നത് ഒക്കെ സാർത്ഥകമായിരിക്കുന്നു. ഇനി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? അല്ല, ഈ സമരത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഏറ്റവും പരിതാപകരമായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യുന്ന സർക്കാർ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. എന്നാൽ ഏറ്റവും അനിവാര്യമായ ഒരു മേഖലയാണ് നമ്മളുടെ പ്രാഥമിക ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആശാ വർക്കർമാർ മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ പോകുന്നതുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മുന്നിൽ പറയാൻ പോലും പറ്റാത്ത അത്രം പരിതാപകരമാണ്. 7000 രൂപയ്ക്ക് ആർക്കാണ് ജീവിക്കാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അങ്ങനെയുള്ളവർ സമരം ചെയ്ത സമയത്ത് ആ സമരത്തിനോട് ഇടതുപക്ഷ സർക്കാർ എടുത്ത സമീപനം ശരിയല്ല എന്ന് വളരെ ശക്തമായിട്ട് വാദിച്ച, ചർച്ചയ്ക്ക് പോലും പിടിച്ചില്ല. അതെ, വളരെ ശക്തമായിട്ട് വാദിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളൊക്കെ അതിൽപ്പെട്ടവരാണ്. ഞാൻ ആ സമരം വന്ന സമയത്ത് ഭാഗമായിട്ട് നിൽക്കുക. ഒരു ജനകീയ സമരം നടത്തുമ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അവരെ വിളിച്ചൊരു ചർച്ച ചെയ്യുക എന്നുള്ള പ്രാഥമിക മര്യാദയല്ലേ ഇടതുപക്ഷ സർക്കാരിൽ ഏത് സർക്കാരായാലും? ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ആളുകൾ സമരക്കാരുമായിട്ട് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ പ്രാഥമികമായിട്ടുള്ള ഒരു മര്യാദ മാത്രമാണ്. ആ മര്യാദയൊന്നും ചെയ്യാനായിട്ട് ഒരിക്കലും തയ്യാറാവാത്തൊരു സർക്കാരായിട്ട് പിണറായി സർക്കാർ മാറി. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്ത് നിൽക്കുന്നത് തന്നെ ഒരുപാട് ആളുകൾ ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരുന്നു. ഒരുപാട് ആളുകൾ പ്രസ്താവന ഇറക്കിയിരുന്നു. ഒരുപാട് ആളുകൾ സമരത്തിൽ നിന്നിരുന്നു. സർക്കാർ അനങ്ങിയില്ല. പാർട്ടിയാണെങ്കിൽ സമരത്തെ അധിക്ഷേപിക്കരുത്. അല്ല, സർക്കാർ അനങ്ങിയില്ല എന്ന് മാത്രമല്ല, ഈ സമരത്തിനോട് വളരെ മോശമായിട്ടുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് എടുക്കാനായിട്ടുള്ള സമയമായി കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും കൂടിയാണ് ശമ്പളം കൊടുക്കുന്നത്. ശരിയാണ്, ശമ്പളം എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ഒരു ഓണറേറിയം മാത്രമാണ്, അല്ലാണ്ട് ശമ്പളം ഒന്നുമല്ല. കാരണം ഇവർ സ്ഥിരം ജീവനക്കാരുമേ ആയിട്ട് ഇതുവരെയായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല എന്നുള്ളതും ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല ഒരു ഹൈക്ക് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ 2000 കൊടുത്തിരുന്നത് 1500 രൂപ കൂട്ടി എന്ന് പറയുന്നത് നല്ല ഒരു വർധനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അല്ല, 10 വർഷം കഴിഞ്ഞ് വിരമിക്കുന്നവർക്ക് 20,000 എന്നുള്ള 50,000 അത് 50,000 ആയിട്ട് ഉയർത്തിയതും, അതേപോലെ തന്നെ ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ ഉയർത്തും എന്ന് ചോദിക്കാവുന്ന രീതിയിലുള്ള ഒരു ഉയർത്തലാണ് 20,000 50,000 ആക്കിയത്. ശരി, പക്ഷേ ഇതൊക്കെ പോലും വളരെ പരിതാപകരമായിട്ടുള്ള വേറൊരു കാര്യം, ഫണ്ട് കേന്ദ്രം നേരിട്ടല്ല അവർക്ക് കൊടുക്കുന്നത്, സംസ്ഥാന സർക്കാരിന് കൊടുക്കുകയാണ്. അതെടുത്ത് ഈ ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും വകമാറ്റിയാൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ചോദിക്കണം, ഞങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ഈ ഓണറേറിയം അല്ല മറ്റെന്ത് ആനുകൂല്യങ്ങളായാലും അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്, അതിനുള്ള സംവിധാനം ഒരു സോഷ്യൽ ഓഡിറ്റും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഗവൺമെൻറ് ഓഡിറ്റും ഇക്കാര്യത്തിലൊക്കെ ഉള്ളതാണ്. അത് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്കിലേ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് കേന്ദ്രത്തിൻ്റെ വിഹിതം എത്രയാണ്, ആ കേന്ദ്രത്തിൻ്റെ വിഹിതം കേന്ദ്രം പറയുന്നതനുസരിച്ചാണോ ചെയ്തിരിക്കുന്നത് അതോ വകമാറ്റിയോ, ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാവുന്നതാണ്. അങ്ങനെ വെക്കണം, വെച്ചാൽ മാത്രമാണ് ഇത് തിരിച്ചറിയപ്പെടുകയുള്ളൂ. ഇവിടെയുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിനി കാത്തിരിക്കുന്നു, നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർമാർക്ക് കേന്ദ്രം ഇത്രമാത്രം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനോട് ചേർത്ത് വെച്ച്
സംസ്ഥാനം എന്ത് ചെയ്യും? അതൊരു ചോദ്യമാണ്. എന്ത് ചെയ്യും? ഞാനിത് കേട്ടപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, പിണറായിയുടെ കളി, പിണറായി ഇതിൻ്റെ കൂടെ 1500 കൂടെ 1500 രൂപയുടെ കൂട്ടിയിട്ട് 1501 50,000 കൂടെ 50,000 പിണറായി സർക്കാർ 50,001 ആക്കിയിരിക്കുന്നു. ശരിയാണല്ലോ, 1 രൂപ കൂട്ടി 50,001 1500 1501 അല്ല, അത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡ് അടിക്കുക. അല്ല, ഞാൻ ചോദിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയപ്പെടാത്തൊരു സമൂഹമാണ് ഇത്, അല്ലല്ല. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടൊരു ബാധ്യതയും ഉത്തരവാദിത്വം കൂടിയിരിക്കുകയാണ്. ഒന്ന്, ആർക്കും പൈസ കൊടുക്കാനില്ലാത്ത. പക്ഷേ ആലപ്പുഴയിൽ 2 മാസം മുമ്പ് ഒരു സംഭവം, നമ്മുടെ ഈ PM കിസാൻ ഇതില്ലേ, ആ പദ്ധതി, അതിൻ്റെ വിതരണം കിട്ടുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു പരിപാടി പിണറായിയുടെ ഫ്ലക്സ് അടിച്ച് വെച്ച് നടത്തി. പ്രധാനമന്ത്രിയുടെ കിസാൻ അല്ല, ഇതിൻ്റെ സഹായം 2000 രൂപ. അല്ല, അത് ചെയ്യാം. സംസ്ഥാന ഗവൺമെൻറ് പറയാം, സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെയാണ് കാര്യം ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യം ചെയ്തതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം നിങ്ങളെയും ഞങ്ങളെ ആദരിക്കുന്നു പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല. ആദരിക്കില്ല, അവരെ വിളിച്ചുകൊണ്ടാണ് നമ്മുടെ പദ്ധതി ഉപഭോക്താക്കളുടെ ഗുണഭോക്താക്കളുടെ മീറ്റിംഗ്. അല്ല, അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ തുറന്ന് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതല്ല നമ്മുടെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഇപ്പോൾ നാഷണൽ ഹൈവേ മുഴുവൻ ഇവരാ ഉണ്ടാക്കുന്നതല്ലേ പറയുന്നത്? അല്ല, നാഷണൽ ഹൈവേയിലുള്ള ഒരു ഇടപെടൽ ഇവരുടെ ഇടപെടലുണ്ട്. അത് പിണറായി വിജയന്റെ ഒരു നമ്മൾ പിണറായി പല കാര്യത്തിലും നമ്മൾ പിണറായി വിജയനെ കൊണ്ട് മാത്രമെങ്കിലും നമ്മൾ പിണറായി വിജയനെ കൊടുക്കുന്ന ഒരു ക്രെഡിറ്റാണ്. നിങ്ങൾ അങ്ങനെ പദ്ധതി കേന്ദ്രത്തിലാണ് ഇതിനുള്ള അവസരം ഞാൻ ഒരുക്കും. അത് അദാനി പൈപ്പിന്റെ കാര്യത്തിൽ അതങ്ങനെയാണ്. CPM പാർട്ടി തന്നെ എതിർത്താണ്. വയൽക്കിളികൾ എന്ന് പറഞ്ഞ് ഹൈവേ എതിർത്തു. അങ്ങനെയല്ല, കേരളം വികസിക്കണമെങ്കിൽ ഈ കേന്ദ്രത്തിന്റെ ഈ പദ്ധതി വരണം, അതിനുള്ള അനുകൂല സാഹചര്യം ഒരുക്കുമെന്ന് പറഞ്ഞത് വലിയ മാറ്റമാണ്. അല്ല, മാത്രമല്ല അത് നമ്മൾ പിണറായിയുടെ പല പ്രവൃത്തികളും പാർട്ടിക്ക് ഉപദ്രവകരവും നാശകരമാണെങ്കിലും ഇത് പാർട്ടിക്ക് ഗുണകരമായി തീരും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പാർട്ടി പ്രവർത്തിച്ച് ബംഗാളിലും അതുപോലെ ത്രിപുരയിലൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഒരു വൻ പരാജയമായിരുന്നു. ഇവിടെ പക്ഷേ പിണറായി എന്ത് ചെയ്യുന്നു വെച്ചാൽ പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ സ്വഭാവത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഇതിനെ സഹായിക്കുകയും അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന നിലപാടെടുക്കുന്നു. അപ്പോൾ നാളെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പൊതുഗുണം എന്ന് പറയുന്നത് സമൂഹത്തിനും അതേപോലെ പാർട്ടിക്കും കിട്ടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 2 പ്രശ്നങ്ങളാണ്, 2 രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ശാഠ്യങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ഈ പുതിയ കാലത്തിൻ്റെ വികാസത്തിനനുസരിച്ച് പാർട്ടിയെ പരിചയപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. മറിച്ച് ഈ ക്രോണിക് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ മാറിത്തീരുമ്പോൾ ഒരു ഒടുക്കത്തെ അഴിമതിക്കാരുമായി മാറിത്തീരും. അതെ, ഇതിനൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത. അല്ല, പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ സുരേഷ് ഗോപി അന്ന് വന്നത് വലിയ വാർത്തയായിരുന്നു. വലിയ വാർത്ത. CPM ഭയങ്കരമായി അതിനെ ആക്ഷേപിച്ചു. സുരേഷ് ഗോപിയെ വന്ന് അവരുടെ കൂടെ നിന്നു, അവർക്ക് റെയിൻ കോട്ടോ എന്തൊക്കെ കൊടുത്തു, അതൊക്കെ വലിയ വാർത്തയായി അതിനെ ആക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. ഇനി സുരേഷ് ഗോപി എന്ത് ചെയ്യും എന്ന് കാണിച്ചാൽ സുരേഷ് ഗോപി ചെയ്തു. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ചുരുക്കം ചില കാര്യങ്ങളെ പിടിക്കാറുള്ളൂ, പിടിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാം. അല്ല, ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് മനസ്സിലായി ഇവരുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ഭയങ്കര ദാരിദ്ര്യമാണല്ലോ ശരിക്കും പറഞ്ഞത്. ഈ ദാരിദ്ര്യത്തിൽ ഇടപെട്ടാൽ അത് അനുവദിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കും എന്നും അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. അല്ല, അത്തരം ജനകീയ പ്രശ്നങ്ങളിൽ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളോട് സുരേഷ് ഗോപിക്ക് ഒരു മമതയില്ല. അല്ല, അങ്ങനെ അല്ല, ഞാൻ പറയുന്നത് ഓരോ വിഷയത്തിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അയാൾ എങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഇടപെടുന്നത്. നമ്മൾ ചില സമയത്തൊക്കെ ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്ഥാനം, അത് ഞാനിപ്പോൾ അടുത്ത ജന്മത്തിൽ നമ്മൾ എതിർക്കും അതിനെ. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മളതിനെ യോജിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് അടിസ്ഥാന പ്രശ്നമാണ് ജനത്തിൻ്റെ. ആശാ വർക്കർമാർ എത്രമാത്രം കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ച് ജീവിക്കുന്ന നമുക്കറിയാം. അതിന് ആ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾ തയ്യാറായാൽ നമ്മളെന്ത് ചെയ്യണം? അതിനെ അംഗീകരിക്കുകയും അത് നല്ലതാണെന്ന് പറയുകയും ചെയ്യണം. അങ്ങനെ മാത്രമേ നമ്മുടെ പൊളിറ്റിക്സിൽ ഇപ്പോൾ നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ഒരു സല്യൂട്ട് കൊടുക്കാവുന്ന തീരുമാനമാണ്. ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും സല്യൂട്ട് കൊടുക്കണം. കാരണം അവർക്ക് മാത്രമല്ല, കേന്ദ്രം കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തിരിക്കുന്നു, അത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. പിണറായിയുടെ ഭാഗം പിണറായി ചെയ്യട്ടെ. അതെ, നമ്മളത് കാത്തിരുന്ന് കാണാം.